പനാമ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഷെരീഫിനും കുടുംബത്തിനുമെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ശരിവച്ച പാക് സുപ്രീം കോടതി ഷെരീഫിനെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് അയോഗ്യനാക്കി. പാർലമെന്റിനോടും കോടതിയോടും ആത്മാർത്ഥത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 5 അംഗ ബെഞ്ച് ഐക്യകണ്ഠേനയാണ് വിധി പുറപ്പെടുവിച്ചത്. അടിയന്തരമായി പ്രധാനമന്ത്രി പദം ഒഴിയണമെന്നും നവാസ് ഷെരീഫിനും മക്കളായ മറിയം ഷെരീഫ്, ഹസൻ, ഹുസൈൻ ഷെരീഫ് എന്നിവർക്കെതിരെയും ക്രിമിനൽ കേസ് എടുക്കണമെന്നും ജസ്റ്റിസ് ഇജാസ് അഫ്സൽ ഖാൻ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ഷെരീഫ് മന്ത്രിസഭയിലെ ധനമന്ത്രി ഇഷാഖ് ദാറിനെയും ഷെരീഫിന്റെ മരുമകൻ ക്യാപ്റ്റൻ സഫ്താറിനെയും സുപ്രീം കോടതി അയോഗ്യരാക്കിയിട്ടുണ്ട്. വിധി നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജിയെ കോടതി നിയോഗിച്ചു. ഷെരീഫിന്റെയും കുടുംബത്തിന്റെയും പണമിടപാടിനെക്കുറിച്ച് അന്വേഷിച്ച സംയുക്ത അന്വേഷണ സമിതി 6 ആഴ്ചകൾക്കകം എല്ലാ തെളിവുകളും അക്കൗണ്ടബിലിറ്റി കോടതിക്ക് കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി പദത്തിൽ കാലാവധി പൂർത്തിയാക്കാതെ ഷെരീഫിന് പുറത്തു പോകേണ്ടി വരുന്നത്. ആദ്യം 93-ലും പിന്നീട് 1999-ൽ പട്ടാള അട്ടിമറിലൂടെയുമായിരുന്നു ഷെരീഫിന് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടത്. അതേസമയം ഷെരീഫിനെ പുറത്താക്കിയ സംഭവം പാകിസ്ഥാനിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമായേക്കും. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിയിൽ പാക് സൈന്യത്തിന്റെ നിലപാടാകും നിർണായകമാവുക. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.